സാറിന്റെ ഇപ്പോ 108 ആണെങ്കിൽ ഒരുപാട് പാട്ടുകളിൽ സാറിന് 108 അല്ലേ 180 108 ആംബുലൻസിന്റെ നമ്പരാ. ചുമ്മാ അതൊക്കെയാണ്. എന്നാ കോവിഡ് കാലം പറയാൻ പറ്റില്ല, കോവിഡ് ആയതാരും 108 കണ്ട് അത് അങ്ങനെ ആയിപ്പോയതാണ്. 180 അതില് ശ്വേതയും കാർത്തിക്കും പാടിയ പാട്ടുകള് സന്ധിക്കാതെ കേൾക്കാം. എന്തെങ്കിലും ഇതിനോട് ചേർന്ന് എന്തെങ്കിലും പറയാണ്ടോ? സന്ധിക്കാതെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഇങ്ങനെ തോന്നിയില്ല. ഇല്ല, അത് പറയേണ്ട ഈ ഒരു 180 എന്നുള്ള ഫിലിമിന്റെ ആ ടൈറ്റിൽ ഇടാൻ കാരണം ഞാനാണ്. കാര്യം അതിന്റെ ഡയറക്ടർ കമ്പോസിങ്ങിന് വന്നു. ഞാൻ ഓർത്തു എന്താണ് ഇങ്ങനെ ഒരു പടത്തിന് ഇങ്ങനെ ഒരു പേര്. അല്ല, ഇങ്ങനെ ഒരു പാട്ട് ചെയ്തു. അപ്പോൾ ഒരു പാട്ടിന് അദ്ദേഹം മണിരത്നത്തിന്റെ ഏറ്റവും ക്ലോസ് ഫ്രണ്ടാണ്. അപ്പം സംസാരം വളരെ കുറവാണ്, സംസാരിക്കത്തില്ല. അപ്പം ഞാൻ അദ്ദേഹം വീട്ടിലൊക്കെ പോയിട്ട് ഇഡ്ഡലി വേണമെങ്കിൽ ഭാര്യ എടുത്ത് എന്നാക്കിയാൽ അത് ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു ഭാര്യയാണ് അദ്ദേഹത്തിന്. ഇല്ല, ഒന്നും സംസാരിക്കില്ല. എന്ന് പറഞ്ഞാൽ അത് കൊള്ളത്തില്ലെന്നാണ് അർത്ഥം. അപ്പം നമ്മൾ ഇദ്ദേഹത്തിന്റെ മനസ്സിലെന്താണ് അല്ല ഒന്ന് നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ഒന്നും ചെയ്യത്തില്ല. എന്ന് പറഞ്ഞാൽ പിന്നെ കേൾക്കുന്നില്ല, അങ്ങ് എണീറ്റ് പോയി. അപ്പം പിന്നെ അടുത്ത പാട്ടുണ്ടാക്കല് ഈ ഇദ്ദേഹത്തിൻ്റെ മനസ്സിപ്പോൾ അല്ല ഇത് ഇങ്ങനല്ല, ഇത് ഇങ്ങനല്ല, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പേസ് അല്ല ഞാൻ ഉദ്ദേശിച്ചു. എനിക്കൊരു നമ്മുടെ മനസ്സിലൊരു പിക്ചർ വെച്ചിട്ടാണല്ലോ ഞാനുണ്ട് ചെയ്യുന്നത്. അപ്പോൾ 1 ആയി 2 ആയി 3 ആയി 4 ആയി 5 ആയി 6 ആയി 180 ആയി. അവൻ വിളിച്ച് ഈ പടത്തിന് പേര് 180. കാര്യം എൻ്റെ ഒരു ശബ്ദാഹവും കൂടെ നടക്കേണ്ട ഒരു ട്യൂണും കൂടെ ചോദിച്ചിരുന്നെങ്കിൽ അടുത്ത ദിവസം ഞാൻ തട്ടി 16-ാമത്തെ ദിവസം ചടങ്ങും കഴിഞ്ഞ് നിങ്ങളിപ്പോൾ സുഖമായിട്ട് എഞ്ചിനൊക്കെ ഹാപ്പി ആയിട്ടിരുന്നേനെ. എന്താ കാര്യം ഞാൻ ചുമ്മാ പറഞ്ഞു ചാവാതിരിക്കട്ടെ. അല്ല, അത്രയ്ക്ക് ചെയ്തു കേട്ടോ, പാവം കൊന്നു. പക്ഷെ ഈ ഒരു പാട്ട് മാത്രം എന്നെ കൊന്നു കുടിച്ചിട്ട് കാര്യം പറയത്തില്ലെന്ന് ഒരു വക സാറ് മിണ്ടത്തില്ല. പക്ഷേ സാറുമായിട്ട് വർക്ക് ചെയ്യാൻ എനിക്ക് കുറേ ഇഷ്ടമാണ്. വളരെ ജെന്യൂനായിട്ടൊരു മനസ്സ് സിനിമയിൽ സിനിമ തുറയിൽ ജെന്യൂനായിട്ടുള്ള സത്യസന്ധമായിട്ട് ഇടപഴകുകയും നമ്മളുമായിട്ട് ആ സ്നേഹം തരുന്ന ആളുകൾ വളരെ കുറവാണ്. എല്ലാം ഫേക്കും നമ്മളെ പറ്റിക്കാനും അവരെ പറ്റിക്കാനൊക്കെ പ്രേരിപ്പിക്കുന്ന ആളുകളാണ് കൂടുതൽ. അല്ല, വളരെ സത്യം, ഞാൻ എൻ്റെ എക്സ്പീരിയൻസിൽ പറയുന്നതാണ്. അപ്പോൾ ഇദ്ദേഹം വളരെ ജെന്യൂനായിട്ടുള്ള മനുഷ്യനാണ്. നമ്മുടെ ശ്യാം സാർ, മ്യൂസിക് ഡയറക്ടർ ശ്യാം സാറിനെ പോലെ അത്രയ്ക്ക് ഒരു സ്വീറ്റ് ഹാർട്ടാണ്. അതുകൊണ്ടാണ് സാറ് 150 അല്ല ഇനി 450 പേരിട്ടാലും കുഴപ്പമില്ല, പടം ചെയ്തിട്ട് അടങ്ങുമെന്ന് പറഞ്ഞ് ഞാൻ നിന്നത്. അപ്പം അത് സത്യത്തിൽ ഈ ഒരു പാട്ടിന് സാറ് ഒറ്റ ചൂടിന് ഓക്കെ സന്ധിക്കാതെ. അപ്പം അങ്ങനെ ഞാൻ ഒരിച്ചിരി ആശ്വസിച്ച ഒരു മുഹൂർത്തമാണ് മോളെ ഈ പാട്ടിന്റെ കോമ്പോസിങ് നടന്ന സമയം. അതിന് സന്തോഷിക്കും മക്കള്. ഇല്ല, ഇവക്ക് ഉള്ള ഞാൻ ഒരു കാര്യം പറയാം. ഞാൻ ചിലപ്പോൾ ഒക്കെ വിളിക്കുമ്പോൾ വലിച്ച എന്ത് ചെയ്യുന്നു, ഞാൻ പറഞ്ഞു മോളെ ഇപ്പോൾ ഒന്ന് നിലത്ത് വീണ്. എന്തോ ഒരു ചിരിയാ. മോളെ ഒരു പാട്ട് നല്ലൊരു പാട്ട് കമ്പോസ് ചെയ്തിട്ടുണ്ട്, ശരിയാവില്ല ഞാൻ പിന്നെ വിളിക്കാം. ഞാൻ വീഴുക, തല കുത്തി, ഇതൊക്കെ ഭയങ്കര സന്തോഷിക്കും അവള്. കോമാളിയെ പോലെയാണ്. പറവച്ച ഇവനൊരു ദിവസം എന്നെ കാണാൻ വേണ്ടി ട്രിവാൻഡ്രത്ത് ഷൂട്ട് നടക്കുമ്പോൾ വന്നു. അപ്പം ഞാൻ പറയടാ ഇവിടെ നല്ല ഫുഡുണ്ട്, നീ വരികയാണെങ്കിൽ നിനക്ക് ഇത് മേടിച്ചു തരാം. ഓക്കെ അണ്ണാ എന്ന് പറഞ്ഞിട്ട് വന്നു. അപ്പോൾ ഇവൻ വന്ന് നമ്മൾ കഴിപ്പൊക്കെ ഉണ്ടെന്ന് ഭയങ്കര സന്തോഷമായി. രാത്രി കിടക്കാൻ നേരത്ത് നമ്മൾ തലയെണ്ണണമല്ലോ, ഞാനും ഉണ്ട്, എൻ്റെ 2 മാനേജർമാരുണ്ട്, അപ്പോൾ ഇവനും ഉണ്ട്. അത് മൊത്തം 4 പേരുണ്ട്. ഒരു തല കാണുന്നില്ല. അപ്പോൾ ഇവൻ രാത്രി അവൻ ഇറങ്ങത്തില്ല, ഇവന് ഈ പ്രേതത്തിന് എല്ലാത്തിനെയും ഞങ്ങൾക്ക് പേടിയാണ്, എന്നെക്കാളും കഷ്ടമാണ്. അപ്പോൾ ഇവനെ കാണുന്നില്ല. നമ്മളാ ലോകം, എൻ്റെ മാനേജർ അണ്ണാ രഞ്ജിത്തേട്ടാ എവിടെ ഇവൻ നടക്കുന്നു നേരെ പറയാം, ഇവനെ കാണുന്നില്ല. കുറേ അവസാനം ഞാൻ പറഞ്ഞു ഇവനിനി ഇറങ്ങിപ്പോയോ, കൊല്ലത്തെ കണ്ട് നടന്നു പോയോ, ഇങ്ങനെയൊക്കെ ചെയ്യുവൻ വിട്ട്. ഞാൻ പറഞ്ഞു ശരി എന്നാലും നീ ഡ്രസ്സ് മാറടാ. എന്നിട്ട് അപ്പോൾ അവനവിടുത്തെ നമ്മുടെ ആ ഒരു ബീറോ ഉണ്ട് ഈ തുണി ഇടാനുള്ള, അത് പറഞ്ഞപ്പോൾ അതിനകത്തിരുന്ന് ഫോൺ ചെയ്ത് ഭാര്യയ്ക്ക് വിളിച്ചുകൊണ്ടിരിക്കുന്നു, ബിയർത്തൊഴുകി. ആ ബീറോയ്ക്കകത്തിരിക്കുന്നവൻ, അവനെ കണ്ട് ഞാൻ പേടിച്ചും പോയി. ഞാൻ കുലുക്കി നോക്കിയപ്പോൾ എൻ്റെ ജീവനുണ്ട്, അവന് പിന്നെ കുഴപ്പമില്ല. ഇങ്ങനെയൊക്കെ ചെയ്തതാണ് നമ്മളെ ഞെട്ടിക്കാൻ. അത്രയും തേടിയിട്ട് അവൻ ഒരു അക്ഷരം മിണ്ടിയില്ല, ബിയർത്തൊഴുകി അതിനകത്തിരിക്കുന്നു. മോളെ ബീറോ തുറന്നപ്പോൾ അതിനകത്തിരിക്കുന്നു നിന്റെ അച്ഛൻ. അപ്പം ഞാൻ പറഞ്ഞു ബഹുത്ത് അച്ഛാ വെളിവാണ്. അല്ല, ഇതൊക്കെ ഓർമ്മ വരുമ്പോൾ പറയുന്ന, അല്ലാണ്ട് ഇപ്പം എന്ത് ചെയ്യാൻ. മക്കള് പാടാണോ?
கண்களில் இன்பங்கள் செய்ய போகிறேன். சிந்திக்காத சிந்திடும் கொண்டலால் பெய்ய போகிறேன். அன்பின் நாளையானாய் ஏங்கும் ஏனானாய் தண்ணீரை தேடும் மீனாய் சந்திக்காத கண்களில் இன்பங்கள் செய்ய போகிறேன். பமணி பகரி தனிசாரி பதனிசா வெளியிலே தொடர்கிறோம். சந்திக்காத கண்களில் இன்பங்கள் செய்ய போகிறேன். சிந்திக்காத சிந்திடும் கொண்டலால் பெய்ய போகிறேன். அன்பின் நாளையானாய் ஏங்கும் ஏழை நானாய் தண்ணீரை தேடும் மீனாய். സോ നൈസ്, സോ നൈസ്. Thank you. സീരിയസ്ലി വരി മറന്നു പോയെങ്കിൽ എന്ത്. എനിക്ക് ബട്ട് നൈസ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. അത് അവിടെ കവറപ്പ് ചെയ്തല്ലോ. പിന്നെ അത് നൈസ്, വെരി നൈസ്, വെരി. അവിടെ അത് നിർത്താതിരുന്നല്ലോ. വല്യച്ഛന്റെ പാട്ടല്ലേ ഇത്തരൊക്കെ മതി എന്ന് വിചാരിച്ചു. ഏറ്റവും ഇഷ്ടം എന്താ പറഞ്ഞത്? അല്ല, വല്യച്ഛന്റെ പാട്ടല്ലേ ഇത്തരൊക്കെ ഇറക്കി മതി എന്ന് അവള് വിചാരിച്ചു. അല്ല പക്ഷെ ഞാൻ വേറൊരു കാര്യം, ഈ പാട്ട് നിങ്ങളുടെ ബാക്കിംഗ് അതിമനോഹരം. പിന്നെ മോള് നന്നായിട്ട് പാടിയടാ. ഒരു സോൾ ഉണ്ടായിരുന്നു അതിൽ, കേട്ടോ. ഗുഡ്, അതാണ് വേണ്ടത്. ആസ് എ കമ്പോസർ എനിക്കങ്ങനെ സംഗീതത്തിൻ്റെ കാര്യത്തിൽ സ്നേഹമൊന്നുമില്ല. അത് എൻ്റെ മോളാണെങ്കിലും ശരി, മോനാണെങ്കിലും ശരി, ഉള്ളതുപോലെ, കേട്ടോ. പിന്നെ വേറൊരു കാര്യം കൂടെ എനിക്ക് പറയാതിരിക്കും. മോള് ശ്യാം സാറിൻ്റെ പ്രോഗ്രാമിന് വന്നു പാടാനായി. വന്നില്ലേ? നമ്മളെല്ലാം പണ്ട് ശ്യാം സാറിന്റെ എന്നെ തേടി കണ്ടുപിടിച്ചു പ്രോഗ്രാമിന് വന്നു. എന്നെ കണ്ടപ്പോഴേ അവൾ എൻ്റെ അടുത്ത് വന്നിരുത്തിട്ട് എൻ്റെ കൈ പിടിച്ചു ഭയങ്കര തണുത്ത. ഞാൻ പറഞ്ഞു, മക്കളെ ശ്യാം സാർ നല്ല മനുഷ്യൻ, വല്യച്ഛനെ പോലെ അല്ല, നല്ല മനുഷ്യനാണ്, സാറൊന്നും പറയത്തില്ല, നീ കൂളായിട്ട് കയറി പാട്. ഇല്ല വല്യച്ഛ, എനിക്ക് ട്യൂൺസ് ആ ഒരു കൺഫ്യൂഷൻ. അത് ഇവനാണ് അന്നേരം തബല വായിക്കുന്നത്, ഇവനാ ട്യൂൺ അറിയാം. ഈ കൊച്ചവിടെ കിടന്ന് വെള്ളം കുടിക്കുക, എന്നാൽ ഇവൻ ആ സമയത്ത് ഒന്ന് പാടി, ചുമ്മാ ഒന്ന് പാടിക്കൊടുത്താൽ അവൾക്ക് കിട്ടും. ആ സമയത്ത് അവൻ കുനിഞ്ഞിരിക്കുക. ഞാൻ പെടുമ്പോൾ ഇവൻ എന്നെ വിട്ടിട്ട് പോകുന്ന പോലെ ഈ കൊച്ചിനെ അതുപോലെ തന്നെ വിട്ട്. അവൻ ഇവിടെ നോക്കുമ്പോൾ അവൻ, ഞാൻ വിചാരിച്ച ആ തവല തിന്നു വന്നവൻ കുനിഞ്ഞിട്ട്. അത്രയ്ക്ക് ഒന്നും ചെറുതായിട്ട് മൂളി കൊടുത്താൽ അവൾ പിടിച്ചേനെ. പിന്നെ അവസാനം ഒരു ലൈൻ 48 വട്ടം വേറെ വേറെ ലെവലിൽ പാടി അങ്ങ് നിർത്തി. പിന്നെ വേറൊരു കാര്യമുണ്ട്, വല്യച്ഛൻ്റെ ഫ്രണ്ട് ഇരിക്കുക. ഞാനിങ്ങനെ ആ ചരണം പല്ലവി പാടുന്ന സമയത്ത് ഞാൻ നോക്കിയില്ലായിരുന്നു വല്യച്ഛനെ. ഞാൻ ആ ചരണം പാടി ഒരു 2 ലൈൻ കഴിഞ്ഞതിന് ശേഷം ഞാനൊന്നും അറിയാതെ നോക്കിയപ്പോൾ എന്നെ നോക്കി ഒരു ചിരി ചിരിച്ചു. പിന്നെയുള്ള എല്ലാം പോയി. എന്റെ ഒരു ചിരി കൊണ്ട് അങ്ങനെ മനസ്സിലായിട്ടില്ല. ശ്യാം സാർ വിചാരിച്ചു അത് ഇംപ്രവൈസ് ചെയ്യാന്ന് വിചാരിച്ചു. ഒരു ലൈൻ എടുത്തിട്ട് നമ്മുടെ മുമ്പിലിരിക്കുന്നവരെല്ലാം പാട്ടല്ല രസീന, അവർ ഈ പാട്ട് എഴുതിയ കൈ വെച്ചിട്ടുണ്ട്. അവർ ഓരോ ലൈൻ കൊച്ചു പാടുമ്പോഴും കാര്യം മൊത്തം ഒരെണ്ണത്തിന് എത്രയും ചൊല്ലി പാടും.
അൻപിനാലെ ഉരുവാച്ച് അൻപിനാലെ ഉരുവാച്ച് അൻപിനാലെ ഉരുവാച്ച് അൻപേ അൻപേ എന്നൊക്കെ പറഞ്ഞിട്ട് കൊച്ചു ഒരു ലൈൻ തന്നെ പാടി അവസാനം ലോകത്തുള്ള ആളുകളുടെ അൻപ് മുഴുവൻ പോയി. പക്ഷെ എന്ത് പാടിയാലും ഇത്രയും ഒരു മനുഷ്യൻ, സത്യമായിട്ട് ശ്യാം സർ എന്ന് പറഞ്ഞ ഒരു പാവ മനുഷ്യൻ, അദ്ദേഹം വന്നിട്ട് എല്ലാവരോടും താങ്ക് യു പറയും. നമ്മള് അദ്ദേഹത്തിന്റെ പാട്ടുകൾ സ്റ്റേജിൽ പാടി അങ്ങനെ ആരും ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല. നമ്മളോടൊക്കെ പറയും പാട്ട് പാടുന്നതൊക്കെ ரொம்ப താങ്ക്സ്. അത്രയ്ക്ക് നല്ല മനുഷ്യനാണ്. ഒരു തവണ ഈ അടുത്ത ഒരു ഫംഗ്ഷന് പോയപ്പോൾ ഈ കൊറോണയ്ക്ക് മുമ്പ് അപ്പോൾ ഞാൻ പാടാൻ തുടങ്ങി. അതിനിടയ്ക്ക് ശ്യാം സാറിന് എന്നെപ്പറ്റി പറഞ്ഞേ പറ്റൂ എന്ന് പറഞ്ഞ് ശ്യാം സാർ വന്ന് എൻ്റെ മൈക്ക് തന്നെ മേടിച്ചിട്ട് ശ്യാം സാർ പറയും. അപ്പം ഞാൻ സാറിനോട് ഒട്ടി നിൽക്കുക, എന്നെ അങ്ങനെ ചേർത്ത് പിടിച്ചേക്കുക. എൻ്റെ കണ്ണ് നിറഞ്ഞ ഒഴുകുക, കാര്യം എൻ്റെ വിരലും കൂടെ ചേർത്താൽ ശ്യാം സാർ പിടിച്ചേക്കുന്നത് മൈക്കിൽ. ഞെക്കോന്ന് പറഞ്ഞാൽ നല്ല സ്ട്രോങ് ആണ് ശ്യാം സാർ ഇപ്പോഴും. അമുക്കിയിട്ടേ എൻ്റെ 1-2 എല്ല് പൊട്ടി. അപ്പോൾ അവിടെ വന്ന് പിന്നെ കരയാനാ എനിക്ക്. അൻപീനാലേന്ന് അൻപീനാലേന്ന് കരച്ചിൽ തീരണ്ട, ഞെക്കി പിഴിഞ്ഞെന്നെ. ഞാനത് പറയുകയും ചെയ്തു. ശ്യാം സാർ എൻ്റെ വിരൽ പൊട്ടിച്ചെന്ന് ഓടിച്ചെന്ന്. അത് അങ്ങനെയൊക്കെ സംഭവിച്ചിട്ട് സ്നേഹം കൂടുതൽ കാരണം. അയ്യോ നല്ല മനുഷ്യൻ. എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ശ്യാം സാറാണ്. ഇപ്പം നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ടെങ്കിൽ ആ ശ്യാം സാറാണ്. ഒരു ടേക്ക് നമ്മൾ ചിത്ര ചേച്ചിയാണ് കൂടെ പാടുന്നത്. അപ്പോൾ ചേച്ചി അപ്പോൾ ഫുൾ ഓർക്കസ്ട്ര കൂടെ അല്ലേ പാടുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷൻ എനിക്കൊക്കെ ഈ ശ്യാം സാറ് പറയുന്നുണ്ട്, അങ്ങരുത് ഏതോ ഒരു സത്തം വരുത്, കിടിക്കിടിക്കുന്നൊരു സത്തം. ഞാൻ പറയും സാർ അതെൻ്റെ മുട്ടിടിക്കുന്നതാണ്. ഒരു ടേക്കായി 2 ടേക്കായി രഞ്ജിനി ഫുൾ ടേക്ക് പോകും. ആരെങ്കിലും ഒരാൾ തെറ്റിക്കുമല്ലോ ഇതിൽ. ആദ്യത്തെ ടേക്കൊക്കെ എനിക്ക് കോളം ഡും ഡും എന്ന് പറയും വയ്യ. 14ാമത്തെ ടേക്കായപ്പോൾ നമുക്ക് കോൺഫിഡൻസ് ആയ ഇനി അങ്ങ് പാട്ടങ്ങ് ഹൃദയമായി വെച്ചലക്കുക. 14ാമത്തെ ടേക്ക് പാടിയത് സൂപ്പറായിരുന്നു, എനിക്കറിയാതെ വളരെ നന്നായിരുന്നു. അതെല്ലാം കഴിഞ്ഞിട്ട് ശ്യാം സാർ ഫസ്റ്റ് ടേക്ക് ഓക്കെ. അപ്പോഴത്തേക്ക് ഉള്ള ഒരു 6-7 കിളിയെ വെച്ചിരുന്നത് പല വഴിക്ക് അത് പറന്നുപോയി. മക്കളെ പാട്ട്. അടുത്ത പാട്ട് ഏതാ പാടുന്ന? നിശാസ്വരം. നിശാസുരഭി നിശാസുരഭി നിന്നെയുമേതോ കാണാക്കരങ്ങൾ കവർന്നുവോ മനസ്സിൻ തളിർത്താ നിറവാർന്നോരേ നീലാവിൻ നീർപ്പൊയ്കയിൽ പൂക്കളായി പരിവേഷദീപ്തിയോടെ ഒരു നോക്കിലായിരം പൂ വിരിയുന്ന മൗനമോടെ പൊലിയാത്ത പൂക്കൾ പോൽ ഒരു മൺചിരാ നിശാസുരഭി
പൊയ്കയിൽ പൂക്കളായി. അതൊക്കെ ഭയങ്കര ഇമോഷണൽ ആയി പോയി അല്ലേ സാറും അതെ. ഞാനത് പെട്ടെന്ന് അതങ്ങനെ ബാലേട്ടനെ ഓർത്തുപോയി, നമ്മുടെ പി ബാലചന്ദ്രൻ്റെ ഡയറക്ടറിനെ. എന്തൊരു 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 ഒരു മനുഷ്യനായിരുന്നു അത്. ഒരു വല്ലാത്തൊരു വാക്വം ഫീൽ ചെയ്യുന്നുണ്ട്. മറ്റേ ഏത് സമയത്തും എന്തുവാടാവേ എന്ന് വിളിച്ചിട്ട് ഫോൺ ചെയ്യുന്നതും അതൊക്കെ ഓർമ്മ വന്നു. ഇതിൻ്റെ കമ്പോസിങ്ങും അത് ONV സാർ എഴുതി തന്നിട്ട് കമ്പോസ് ചെയ്തതാണ്. അപ്പോൾ അത് എനിക്ക് സാറിൻ്റെ വരികൾ കണ്ടപ്പോൾ തന്നെ അതിൽ ട്യൂണുണ്ടായിരുന്നു. ഞാൻ കമ്പോസ് ചെയ്തതല്ല, അത് സാറ് തന്നെ തന്നതിൻ്റെ അടിയിലുണ്ടായിരുന്നു ട്യൂൺ. കാരണം അത്രയ്ക്ക് ഒരു വളരെ ഡീപ്പായിട്ടുള്ള അദ്ദേഹം. പിന്നെ പറയേണ്ട കാര്യം ONV സാർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ONV സാറേ ഉള്ളൂ. അങ്ങനെ കുറേ വിഷമം പിടിച്ച ഓർമ്മകളായിപ്പോൾ. അതുകൊണ്ട് എനിക്ക് ഞാൻ കണ്ണുപോലും തുറക്കാതെ പിന്നെ മോളെ പാടിയപ്പോൾ 2 സ്ഥലം നീ ചോക്ഡ് ആയിട്ടുണ്ട്. അത് ഈ പാട്ടിന് വേണ്ട വികാരമാണ്. എനിക്ക് അതാ ഇഷ്ടപ്പെട്ടത് കേട്ടോ. നീ അതിൽ വിഷമിക്കുന്നുണ്ടെന്ന് കാരണം എനിക്കറിയാം, പക്ഷെ അത് ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. അത് നാച്ചുറലായിട്ട് കിട്ടിയാൽ അത്ര നല്ലത്. പിന്നെ എന്താ പറയണ്ടേ, അവര് പൂന്നങ്ങ് വിളയാടി. എല്ലാവർക്കും വിർച്വൽ ഹഗ്ഗും ഉമ്മയും. എല്ലാവരും സേഫായിട്ടിരിക്കുക. കയ്യും കാലും മുഖമൊക്കെ ഇപ്പോഴെങ്കിലും നന്നായിട്ട് സോപ്പിട്ട് കഴുകുക. ഞാനിത് സോപ്പ് കാണാതെ ജീവിച്ച ഒരു മനുഷ്യനാണ്. ഇപ്പോൾ തിന്നുന്നത് വരെ സോപ്പാണ്. അപ്പോൾ അതൊരവസ്ഥ എല്ലാവർക്കും. ഇത് ഡെഫിനറ്റായിട്ട് ഇത് പോവും. ഇത് ഇനി 3ാമത്തെ വേവ് വരുന്നുണ്ടെന്ന് നമുക്കൊക്കെ വേവ് ഫോമേ അറിയാവും. മേഘത്തിൻ സിരിപ്പോലിയേ നീലവാനമേ ഒരു തരിയില്ലാമൽ നീരിൻ നൂലിൽ മഴയന சேலை நீததே இந்த நீரின் பாலம் வான மண்ணை இணைக்கிறதே இயற்கை அழகே ശരത് സർ, താങ്ക്സ് സോ മച്ച് ഫോർ ഇത്രയും നേരം വർഷയുടെ കൂടെയും രഞ്ജിത്തേട്ടനും എല്ലാവരുമായിട്ട്. ഐ ഹാഡ് എ ഗ്രേറ്റ് ടൈം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് എൻ്റെ ഒരു തെറപ്പി ഈ 2 കൊല്ലത്തെ കോവിഡ് കഴിഞ്ഞിട്ടുള്ള ഒരു തെറപ്പി ആയിരുന്നു ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് എന്ന് പറയുന്നത്. അത് ഫസ്റ്റ് എപ്പിസോഡ് ഓഫ് മ്യൂസിക് 7 ഞങ്ങൾക്ക് തിരിച്ചോ എനിക്കിട്ട് വെച്ചിട്ട് പോവാണോ എന്നോട് ഇത്ര 2 കൊല്ലം. ഞാൻ ചുമ്മാ പറഞ്ഞ രഞ്ജിനി, എനിക്ക് യു ആർ മൈ സ്വീറ്റ് ഹാർട്ട്. എനിക്കറിയാം, പിന്നല്ലാണ്ട്. അപ്പോൾ ശരത് സാറിനെ ഇന്ന് കണ്ടതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അത് എങ്ങനെ പറഞ്ഞറിയിക്കണമെന്ന് എനിക്കറിയില്ല. ബട്ട് ഐ ഹാഡ് എ ഗ്രേറ്റ് ടൈം ശരത് സാർ. നമുക്ക് ഒരുപാട് ആൾക്കാരെ അറിയാം, ഒരുപാട് പേരെ കാണുന്നുണ്ട്. പക്ഷെ നമ്മുടെ മനസ്സിനോട് ചേർന്ന് നിൽക്കുന്നവരെ കാണുമ്പോൾ സന്തോഷം ഒന്ന് വേറെ തന്നെയാണ് അല്ലേ. താങ്ക് യു സോ മച്ച്. എൻ്റെ ശരി ഒന്നുകൂടെ ഉണ്ടോ? ഇല്ല. ശരത് സാറിന് പോകുന്നതിന് മുമ്പായിട്ട് എന്താണ് ഇനി മ്യൂസിക് 7ലേക്ക് വരാനുള്ള കുട്ടികളോടും എല്ലാവരോടും പറയാനുള്ളത്? എല്ലാവർക്കും എൻ്റെ സ്നേഹത്തിൻ്റെ എല്ലാവർക്കും എല്ലാ നന്മയും ഞാൻ നേരുന്നു. എല്ലാ കുഞ്ഞുങ്ങളും നന്നായിട്ട് പാടട്ടെ. സംഗീതം
കൊണ്ട് ലോകത്തിന് സമാധാനം കിട്ടുമെങ്കിൽ അതാണ് ഏറ്റവും വലിയ പുണ്യം എന്ന് കരുതി ജീവിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ഇവിടെ പാടുന്ന എല്ലാവർക്കും, അതിലെൻ്റെ ചക്കര രഞ്ജിനിക്കും, രഞ്ജിനിയുടെ അമ്മയ്ക്കും അച്ഛനും ഷിനുവിനും നമ്മുടെ എല്ലാ ഓർക്കസ്ട്ര എല്ലാവർക്കും ദൈവാനുഗ്രഹം ഉണ്ടാവട്ടെ. എല്ലാവരും സേഫായിട്ടിരിക്കുക. ഇപ്പോഴും പറയുന്നു, ഈ പ്രോട്ടോകോൾസൊക്കെ നിങ്ങൾ പാലിക്കുക. ഈ ഒരു മഹാമാരിയിൽ നിന്ന് നമ്മൾ രക്ഷപ്പെട്ടേ പറ്റൂ. പെട്ടിരിക്കും, ഇല്ലെങ്കിൽ നമ്മൾ പെട്ടിരിക്കും ഉറപ്പായിട്ടും. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും സേഫായിട്ടിരിക്കുക. കയ്യും കാലും മുഖമൊക്കെ ഇപ്പോഴെങ്കിലും നന്നായിട്ട് സോപ്പിട്ട് കഴുകുക. ഞാനിന്ന് സോപ്പ് കാണാതെ ജീവിച്ച ഒരു മനുഷ്യനാണ്. ഇപ്പോൾ തിന്നുന്നത് വരെ സോപ്പാണ്. അപ്പോൾ അതൊരവസ്ഥ എല്ലാവർക്കും. ഇത് ഡെഫിനറ്റായിട്ട് ഇത് പോവും. ഇത് ഇനി മൂന്നാമത്തെ വേവ് വരുന്നുണ്ടെന്ന് നമുക്കൊക്കെ വേവ് ഫോമേ അറിയാവും. ഇതെന്ത് കൂന്താന്ന് ആർക്കറിയാം. എന്തെങ്കിലും വാട്ടെവർ ഇതൊക്കെ ഒന്ന് പോയി എല്ലാവരും ഒന്ന് സമാധാനമായി പഴയ പോലെ മനുഷ്യരുടെ മുഖം കണ്ട് സംസാരിക്കുകയും ആശയവിനിമയം നടത്താനുള്ള ഒരു നല്ല കാലം ദൈവം തരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഇവിടെയുള്ള കുഞ്ഞുങ്ങൾക്ക് എല്ലാവർക്കും ഒരു തവണ കൂടി ഓൾ ദി ബെസ്റ്റ്. എല്ലാവരും നന്നായിട്ട് പാടുക. ഞാൻ ഡെഫിനറ്റായിട്ട് ഈ പ്രോഗ്രാം കാണുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും വിർച്വൽ ഹഗ് കെട്ടിപ്പിടിച്ച് ലവ് യു ആൾ. വർഷ, അപ്പോൾ വെളിച്ചൻ തിരക്കായിട്ട് വെളിച്ചം പോയി. പക്ഷെ നമ്മൾ കണ്ടിന്യൂ ചെയ്യാണ് ബാക്കി സോങ്സ്. അച്ഛൻ ഇവിടെ ഉണ്ടല്ലോ, പിന്നെ ഞങ്ങളെല്ലാവരും ഉണ്ട്. അപ്പൊ അടുത്ത ഏത് സോങ് ആണ് പാടാൻ പോണത്? അടുത്തത് നീ കോരിനാൽ 180. അതിന്റെ കഥയാണല്ലോ നമ്മൾ ഇത്ര നേരം കേട്ടല്ലേ? അതെ. നീ കോരിനാൽ ഇസ് വൺ ഓഫ് മൈ ഫേവറേറ്റ് മോസ്റ്റ് സോങ്സ്. ഇത് ഇറങ്ങി ഇറ്റ് വാസ് ഓൺ ലൂപ്പ് ഓൺ മൈ ഫോൺ. ശ്വേതയും കാർത്തിക്കും പാടിയിരിക്കുന്നതിന്റെ ഭംഗി, എസ്പെഷ്യലി ശ്വേത അല്ലേ? അതെ. ടൂ ഹൈ എന്ന് ഞാൻ വിചാരിച്ചു. അതായിരുന്നു ഞാൻ അറ്റംപ്റ്റ് ചെയ്യാൻ നിന്നിട്ടില്ല. കാരണം ശ്വേതയുടെ ചില പാട്ടുകൾ എനിക്ക് കേൾക്കാൻ തന്നെയാണ് ഇഷ്ടം. ഐ ഡോണ്ട് ട്രൈ ആൻ അറ്റംപ്റ്റ്. ചുമ്മാ എന്തിനാ, നമുക്ക് എത്രയോ പാട്ടുകളുണ്ട് അറ്റംപ്റ്റ് ചെയ്യാനായിട്ട്. അങ്ങനെ തോന്നിയ പാട്ട്. സോ യു ഗോയിങ് ടു അറ്റംപ്റ്റ് ദാറ്റ് സോങ്? ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു. ஜன்னலை அடைத்தடைத்து பெண்ணே ஓடாதே, தீன்றே நீ என்னை வாட்டினாய். உன் ஜன்னலை அடைத்தடைத்து பெண்ணே ஓடாதே. இதழின்னோரம் பருகவா போதை ஊரும், இதழின்னோரம் ஓரம் ஓரம் பருகவா.
ആഹാ, ഈ പാട്ട് പാടാനും മാത്രമല്ല അതിന്റെ അറേഞ്ച്മെന്റ് സോ ഡിഫറെന്റ് അല്ലേ? ശരിക്കും പറഞ്ഞാൽ നിർത്തി 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 അതിന്റെ അറേഞ്ച്മെന്റ് ആണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായത്. ദ വേ ഇറ്റ്സ് സോ അൺപ്രിഡിക്റ്റബിൾ. നമുക്ക് ഒട്ടും അടുത്തെന്താ വരാൻ പോണെന്നുള്ളത് നമുക്ക് മനസ്സിലാവില്ലാത്ത ടൈപ്പിലുള്ള ഒരു പാട്ട്. ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ള പാട്ടാണ്. അയ്യോ, അത് അറ്റംപ്റ്റ് ചെയ്തതിന് ഭയങ്കര ഒരു എന്താ പറയാ, കുഡോസ് ടു യു. എന്താ അല്ലേ, അത് ഭയങ്കര ഡിഫറെന്റ്. അത് കുറച്ച് കഴിയുമ്പോഴത്തേക്കും കുറച്ചും കൂടെ ടഫ് അല്ലേ ഒരു സംഭവം ഫുള്ളായിട്ട് അല്ലേ? കുറച്ചും കൂടെ അല്ലേ, കുറച്ചും കൂടെ നീളത്തില് ശ്വേത പാടുന്നുണ്ട്. ഓക്കെ, ഇനി ഇതുപോലത്തെ ഡിഫറെന്റ് ഇതേപോലെ ഇപ്പം വലിയച്ഛന്റെ പാട്ടുകളെല്ലാം പാടുന്നുണ്ട്. ഇത് കൂടാണ്ട് ആരുടെ കോമ്പോസിഷൻസ് ആണ് അതർ ദാൻ വലിയച്ഛൻ പാടാൻ ഇഷ്ടം? അങ്ങനില്ല, എനിക്ക് എല്ലാ നെയിം ഓഫ് യു അങ്ങനെ പറഞ്ഞ അല്ല, പാട്ടുകളല്ല, കമ്പോസേഴ്സ്. ഇന്ത്യൻ മ്യൂസിക് മാത്രമാണ് കേൾക്കണത് വർഷ? അവിടെ ആരെയാ ഇഷ്ടം? കുറച്ച് ഏതെങ്കിലും ബാൻഡ്സ് ദാറ്റ് യു ലൈക്ക്? അവിടെ ചാർലി പൂത്ത്, ജസ്റ്റിൻ ബീബർ, കമീല കബേയോ, പിന്നെ ക്ലീൻ ബാൻഡിറ്റിന്റെ അങ്ങനെ. ക്ലീൻ ബാൻഡിറ്റ് നല്ലതാണ്. Maybe you should try singing symphony. ക്ലീൻ ബാൻഡിറ്റിന്റെ സിംഫണി. സാറാ ലാസൻ. പഴയ പാട്ടുകളൊക്കെ കേൾക്കാറുണ്ടോ? കേൾക്കാറുണ്ട്. ഹിന്ദി കോമ്പോസേഴ്സ് പണ്ടത്തെ കേട്ടിട്ടുണ്ടോ? ലതാജി, ആശാജിയുടെ പാട്ടുകളൊക്കെ പാടാറുണ്ടോ? ഓക്കെ, അതിൽ ഏതെങ്കിലും ഒരു പാട്ടിന് നാലുവരി പാടോ? എനിത്തിങ് ദാറ്റ് യു ലൈക്ക് ഫ്രം പണ്ടത്തെ ഹിന്ദി. ഓക്കെ. വലിയച്ഛന്റെ പാട്ടുകൾ ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു പാട്ടും കൂടെ പാടുന്നുണ്ടല്ലോ, അതേതാണ്? ആണ്ടിലുണ്ട് അല്ലേ? ഇവിടെ ആണ്ടിലുണ്ട്. എന്തായാലും വർഷനെ കൊണ്ട് പാടിപ്പിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അത് പാടാം. ഓക്കെ. ചന്ദിരന്റെ പുലാലാണേ കണ്ടപാടെ നാണം കൊണ്ടേ ഓ ആണ്ടിലോന്റെ നേരെ കണ്ണില ചന്ദിരന്റെ പുലാലാണേ കണ്ടപാടെ നാണം കൊണ്ടേ ഓ ആരോമലമ്പലമൊട്ടിന് പൂന്തേനിറ്റാനല്ലി വിരിഞ്ഞേ ആരോമലമ്പലമൊട്ടിന് പൂന്തേനിറ്റാനല്ലി വിരിഞ്ഞേ ആണ്ടിലോന്റെ നേരെ കണ്ണില ചന്ദിരന്റെ പുലാലാണേ കണ്ടപാടെ നാണം കൊണ്ടേ ഓ ആണ്ടിലോന്റെ നേരെ കണ്ണില ചന്ദിരന്റെ പുലാലാണേ കണ്ടപാടെ നാണം കൊണ്ടേ ഓ
ചെമ്പകം പൂത്തേ അനമല ചെമ്പകം പൂത്തേ പൂക്കാരൻ്റെ കലമുരുക്കി കൂടെ നെയ്യാൻ പോന്നില്ലെന്നല്ലേ കുരാങ്കിളി കുവി വിളിച്ചേ ഉരും ചുറ്റിയുമരത്തിൻ്റെ കിഴേ കൂടെ വിഷി വരുന്നേ എങ്ങും നിൽക്കാതെങ്ങോ പറന്നേ കണ്ടിടം തെണ്ടാൻ നീ എന്നെയും കൊണ്ടുപോണേ ഓ ആണ്ടിലോണ്ട് നേരെ കണ്ണില ചന്ദിരൻ്റെ പൂലാലാണേ കണ്ടപാടേ നാണം കൊണ്ടേയോ ആണ്ടലോണ്ട് നേരെ കണ്ണില ചന്ദിരൻ്റെ പൂലാലാണേ കണ്ടപാടേ നാണം കൊണ്ടേയോ ആരോ മലമ്പലമൊട്ടിന് പൊന്തേനിറ്റാനല്ലി വിരിഞ്ഞേ ആരോ മലമ്പലമൊട്ടിന് പൊന്തേനിറ്റാനല്ലി വിരിഞ്ഞേ ഓ ആണ്ടിലോണ്ട് നേരെ കണ്ണില ചന്ദിരൻ്റെ പൂലാലാണേ കണ്ടപാടേ നാണം കൊണ്ടേയോ ആണ്ടിലോണ്ട് നേരെ കണ്ണില ചന്ദിരൻ്റെ പൂലാലാണേ കണ്ടപാടേ നാണം കൊണ്ടേ ഓ ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ട് ഇത്രയും നേരം പാടിയ പാട്ടുകളിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു വോയിസ് ടെക്സ്ചറും വർഷയ്ക്ക് നല്ല രസമുണ്ടായിരുന്നു കേൾക്കാനായിട്ട്. വെരി നൈസ് ആൻഡ് ഫ്ലോലെസ് സിംഗിങ്, യു പെർഫെക്റ്റ് സിംഗിങ് എന്ന് വേണമെങ്കിൽ പറയാം. ഡെഫിനറ്റ്ലി രഞ്ജിതാറ്റിൻ്റെ ട്രെയിനിങ്, നോ ഡൗട്ട് അബൌട്ട് ഇറ്റ്. ഇങ്ങനെ ഒരു ഫാമിലിയിൽ വരുമ്പോൾ ഡെഫിനറ്റ്ലി യു ഹാവ് ടു ബി പെർഫെക്റ്റ്. ഉണ്ട്. ഗോഡ് ബ്ലെസ് യു. ഇത്ര പറയാനുണ്ട്. എന്ത് പാട്ട് കൂടാണ്ട് യുക്കുലേലയില് സോളോ പെർഫോമൻസ് ഒക്കെ ചെയ്യുന്നുണ്ടോ? അങ്ങനെ എന്തോ ചെയ്യുന്നുണ്ടോ? ചെറുതായിട്ട് പഠിച്ചിട്ടില്ല ഇൻസ്ട്രുമെന്റ്. എൻ്റെ ഒരു ക്രേസിന് ഞാൻ വായിക്കുന്നത്. മതി, ക്രേസാണ് വേണ്ടത്. ക്രേസ് ഉണ്ടെങ്കിൽ അല്ലേ എന്തെങ്കിലും പഠിക്കാൻ പറ്റുള്ളൂ. എന്താണ് ചെയ്യാൻ പോകുന്നത്? എനിക്കൊന്ന് കേൾക്കാൻ പറ്റുമോ? ഓക്കെ.
സോ ക്യൂട്ട്. സാധാരണ എല്ലാരും പാടിയൊക്കെയാണ് യൂക്കോ വായിക്കുന്നത്. ഇങ്ങനെ ഒരു ക്രേസ് ഇതാണ്. ഇത് who arranged this for you? അച്ഛൻ? ആക്ച്വലി ഇത് എൻ്റെ ഷൈജ് മാമൻ, എൻ്റെ മാമൻ ഇത് മാൻഡ്ലിൻ എന്ന് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് വാങ്ങിച്ചു നോക്കി. അപ്പോൾ ഇത് വേറൊരു ഇൻസ്ട്രുമെൻറ്റ്, മാൻഡ്ലിൻ അല്ല. അപ്പോൾ അന്നൊരു ദിവസം ഞാൻ വീട്ടിൽ ഷൈജാമിൻ്റെ അടുത്ത് ചെന്നപ്പോൾ ഷൈജാം പറഞ്ഞു, മോളെ ഈ ഇൻസ്ട്രുമെൻറ്റ് എന്താണെന്ന് എനിക്ക് പിടികിട്ടുന്നില്ല, നീ ഒന്ന് നോക്ക്, എന്തോ ഇതെന്ന് നോക്ക്. അപ്പോൾ ഞാൻ നോക്കി, എനിക്ക് അപ്പോഴും എനിക്കറിഞ്ഞൂടെ ഈ സംഭവം എന്താണെന്ന്. 4 സ്ട്രിങ് ഉണ്ട്, ഗിറ്റാറിൻ്റെ ഷേപ്പാണ്, എൻ്റെ അത്രയുള്ളൂ, കുഞ്ഞാണ്. അപ്പോൾ എനിക്ക് എന്താണെന്ന് അറിയാൻ ഒരു പിടിയില്ല. അപ്പോൾ ഞാൻ ഈ ഇൻസ്ട്രുമെൻറ്റ് നോക്കി പേരൊക്കെ കണ്ടുപിടിച്ചു, ട്യൂൺ ചെയ്തു, വായിക്കാൻ തുടങ്ങി. പിന്നെ അങ്ങ് ക്രേസായി, പിന്നെ ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ആക്ച്വലി ഞാൻ നാട്ടിൽ പോകുന്നത് എൻ്റെ അപ്പാപ്പന് കുറച്ച് സീരിയസ് ആയിട്ടാണ് പോകുന്നത് അവിടെ. അപ്പം ഹോസ്പിറ്റലിരുന്ന ഇത് പ്രാക്ടീസ് ചെയ്യുന്നത്. അപ്പാപ്പനെ കാണാൻ ചെല്ലുമ്പോൾ ഒരു സംഭവം ഹിപ്പിയെ കണക്ക് തൂക്കിക്കൊണ്ട് പോകുമ്പോൾ എല്ലാവരും നേഴ്സുമാരൊക്കെ എന്തോ ഇത് കൊച്ചു ഇവിടെ എന്തോ കോൺസെർട്ട് എടുക്കാൻ പോകുന്നത്, എന്തോ ഇത്. അപ്പം അങ്ങനെ കൊണ്ടുപോയി റൂമിലിരുന്ന് അപ്പാപ്പൻ്റെ കൂടെ ഇരുന്ന് പ്രാക്ടീസ് ചെയ്തെടുത്താണ്. ഇതിപ്പോ എന്ത് ചെയ്ത് ഇപ്പൊ ഈ സംഭവം ആരാണ് സെറ്റ് ചെയ്ത് തന്നത്? ഈ സംഭവം you did it yourself? No, actually Taimani Gardner, I inspire her a lot. ഒരു ലെജൻഡറി പ്ലെയർ ആണ്, യൂക്ലിസ്റ്റ് ആണ്. അപ്പോൾ പുള്ളിക്കാരത്തിയുടെ വീഡിയോസ് ആണ് ഞാൻ കാണുന്നത്. അപ്പോൾ വേറൊരു സാധനമുണ്ട്, ഈ സാധനം ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു. അതിനവർ കമൻറ്റ് ചെയ്തു, എനിക്കത് ഓസം യു ആർ സോ ടാലൻറ്റഡ്, കീപ് ഗോയിങ് എന്ന് പറഞ്ഞിട്ട് കമൻറ്റ് ചെയ്തു. എനിക്കത് എന്താ പറയണ്ട, ഒരു അവാർഡിൻ്റെ ഭയങ്കര സന്തോഷമായി. ഞാൻ ഒട്ടുമാരും ചെയ്യുന്നില്ല, ഞാൻ അറിയാതെ കാണുമോയെന്ന് പോലും വെച്ചിട്ടില്ല ഞാൻ ടാഗ് ചെയ്തിട്ടു, കണ്ടു, ജീവൻ പോയി. അങ്ങനെ അവര് ചെയ്ത പീസാണോ ഇത്? ഓക്കെ. അപ്പൊ അച്ഛനെ ഇൻകോർപ്പറേറ്റ് ചെയ്യേണ്ട ആ പുതിയ അച്ഛൻ തന്നെ. അപ്പൊ ഞാനിത് അച്ഛനെ വായിച്ചു കേൾപ്പിക്കാൻ പോയപ്പോൾ അച്ഛൻ പറഞ്ഞു, നീ അത് ഒരു മണിയും കൂടെ വായിച്ചേ, നമുക്ക് ഇതിൻ്റെ അകത്ത് നോക്കാലോ എന്ന് വെച്ചിട്ട് പിന്നെ രണ്ടുപേരും കൂടെ നല്ല രസമുണ്ടായിരുന്നു രഞ്ജിത്തേട്ടാ. വെരി നൈസ്. ദിസ് ഇസ് സോ ക്യൂട്ട് മോർ ദാൻ എനിത്തിങ്. വെരി മ്യൂസിക്കലൊക്കെയാണ് ഡെഫിനറ്റ്ലി, പക്ഷെ ക്യൂട്ട്നെസ് ഫാക്ടർ ഭയങ്കര കൂടുതലാണ് അല്ലേ? ഭയങ്കര ക്യൂട്ട്നെസ് ഫാക്ടർ കൂടുതലാണ്. ആൻഡ് യു ഡു എവറിത്തിങ് വിത്ത് സോ മച്ച് പെർഫെക്ഷൻ. മേ ബി ഇറ്റ്സ് ഇൻ യുവർ ബ്ലഡ് അല്ലേ? അതെ, അത് തന്നെയാണ് കാര്യം. നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. എന്തായാലും യൂക്കാണെങ്കിലും എന്താണെങ്കിലും മ്യൂസിക്കലി എന്ത് തന്നെ വിചാരിക്കുന്നതും എല്ലാം നേടാൻ കഴിയട്ടെ എന്ന് ഐ എം വിഷിംഗ് ഫ്രം മൈ ഹാർട്ട് മോൾക്ക് കേട്ടോ.